എക്സാമിന് ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സെറ്റ് ആക്കിയാലോ? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഏവ? അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക് പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 4 ഒബ്ജക്റ്റീവ്സ് ആണ് എക്കണോമിക് പ്ലാനിങ്ങിനുള്ളത്. ഏതൊക്കെയായിരുന്നു? ഇക്വിറ്റി ഉണ്ട്, ഗ്രോത്ത്, മോഡേണൈസേഷൻ, പിന്നെ സെൽഫ് റിലയൻസ്. അപ്പം ഇക്വിറ്റി അല്ലെങ്കിൽ തുല്യത, ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച, മോഡേണൈസേഷൻ അല്ലെങ്കിൽ ആധുനികവൽക്കരണം, അതുപോലെ തന്നെ സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ സ്വാശ്രയത്വം. ഇനി ഇക്വിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ആ ഒരു വർഷം ഒരു രാജ്യത്തുണ്ടാവുന്ന പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന മാറ്റത്തിനെ അല്ലെങ്കിൽ ആ വർധനവിനെയാണ് നമ്മൾ വളർച്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോഡേണൈസേഷൻ ഉണ്ട്. മോഡേണൈസേഷൻ എന്നുള്ളത് ആ ഒരു സമയത്ത് നമ്മുടെ സമൂഹം എത്രത്തോളം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്, അത്രത്തോളം ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. സെൽഫ് റിലയൻസ് എന്നുള്ള സ്വാശ്രയത്വം, ഒരു രാജ്യം അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ സ്വാശ്രയത്വം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ലാസ്റ്റ് വൺ ഉണ്ട് നമ്മുടെ ഇക്വിറ്റി അല്ലെങ്കിൽ തുല്യത എന്നുള്ളത്. മറ്റുള്ള 3 ഘടകങ്ങൾ, മറ്റുള്ള 3 ഒബ്ജക്റ്റീവ്സ് റെഡി ആവണമെങ്കിൽ നമ്മുടെ 4ാമത്തെ ഘടകമായിട്ടുള്ള ഇക്വിറ്റി കൂടെ നടക്കണം. അതായത് ഇക്വിറ്റിക്കകത്ത് പറയുന്നത് തുല്യത എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഇന്ത്യക്കകത്തുള്ള എല്ലാ ജനങ്ങൾക്കും അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളായിട്ടുള്ള അവരുടെ ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ പാർപ്പിടം, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ സമ്പത്തിന്റെ നീതിപൂർവമായിട്ടുള്ള ഒരു വിഭജനം കൂടിയാണ് നമ്മുടെ ഇക്വിറ്റിക്കകത്ത് തുല്യതയ്ക്കകത്ത് പറയുന്നത്. അപ്പൊ ഇത്രയും 4 പോയിന്റ്സ് ആണ് നമ്മുടെ എക്കണോമിക് പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പോയിന്റ്സ് ആണ്. ഇത് ഈസി ആയിട്ട് പഠിച്ച് പോയിന്റ്സ് മാത്രം മനസ്സിലാക്കി ആലോചിച്ച് വെച്ചാൽ മതി. കോൺസെപ്റ്റ് എന്താണെന്നൊന്നും ആരും കാണാപ്പാഠം പഠിക്കേണ്ട, മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നമുക്ക് ഈസി ആയിട്ട് 4 മാർക്ക് സ്കോർ ചെയ്യാം.